നമസ്കാരം. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. കാരണം എൻ്റെ ഈ ക്ലാസ് ഒരു കുട്ടിക്ക് പ്രയോജനപ്പെട്ടു അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷം വേറെ ഇല്ല. കാരണം അറിവാണല്ലേ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു കാര്യമാണെന്ത്? അറിവ്. ആ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് അവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നിങ്ങളുടെ ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ക്ലാസ്സുകൾ ഇടുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് കടക്കാം. അതിനു മുന്നേ ഇന്നലെ നമ്മൾ എന്ത് കാര്യമാണോ നോക്കിയത് അതൊരിക്കൽ ഓർത്തെടുത്തുകൊണ്ടായിരിക്കാം ഇന്ന് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ വാങ്മയ ചിത്രം എന്താണെന്ന് നോക്കിയല്ലേ. എന്തായിരുന്നു വാങ്മയ ചിത്രം? ഏതെങ്കിലും ഒരു കഥാപാത്രത്തെയോ ഒരു സാഹചര്യത്തെയോ ഒരു വസ്തുവിനെയോ അതിൻ്റെ രൂപം, നിറം, സ്വഭാവം എന്നിവ മനസ്സിലാക്കിക്കൊണ്ട് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞു? വാങ്മയ ചിത്രം എന്ന് പറഞ്ഞു. അത് ഒരു വായനക്കാരൻ വാങ്മയ ചിത്രം വായിക്കുമ്പോൾ ഒറ്റ വായനയിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം? അയാൾക്ക് ആ ചിത്രം മനസ്സിൽ കിട്ടിയിരിക്കണം, കണ്ണിൽ കിട്ടിയിരിക്കണം എന്നുള്ളത് അതിൻ്റെ പ്രത്യേകതയാണെന്നും ഒരു ചിത്ര സ്വഭാവം ഉണ്ടായിരിക്കണമെന്നും ലളിതമായ ഭാഷയിലായിരിക്കണം വാങ്മയ ചിത്രം എഴുതേണ്ടതെന്നും പിന്നെ എന്താ ആവർത്തനം, അക്ഷരങ്ങളിൽ ആവർത്തനം വരാൻ പാടില്ല എന്നൊക്കെ ഇന്നലെ എന്ത് ചെയ്തു പറഞ്ഞു തന്നു. ഒപ്പം എന്ത് ചെയ്തു, നമ്മുടെ മഹാത്മാഗാന്ധിയുടെ വാങ്മയ ചിത്രം, ഒരു ചിത്രം കൊടുത്തിട്ട് വാങ്മയ ചിത്രം എഴുതുകയും ചെയ്തു. ആ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവാം, ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം. വേറൊന്നുമല്ല, നിവേദനം. പണ്ട് കാലത്ത് ആശയവിനിമയത്തിന് ഈ മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പ്, ടെലിഫോണൊക്കെ വരുന്നതിന് മുന്നേ മനുഷ്യര് എങ്ങനെ ആശയവിനിമയം നടത്തിയിരുന്നത്? കത്തുകളിലൂടെ ആയിരുന്നു അല്ലേ. അപ്പോൾ കത്തുകൾ രണ്ട് ടൈപ്പ് ഉണ്ടെന്നറിയാം, ഔപചാരികവും അനൗപചാരികവും. നമ്മൾ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും എഴുതുന്നത് എന്താണ്? അനൗപചാരികമായ കത്താണ്. ഔപചാരിക കത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഉന്നത പദവികളിൽ ഇരിക്കുന്ന വ്യക്തികൾക്കോ ആർക്കെങ്കിലും ഒക്കെ എഴുതുന്നത്, അധികാരികൾക്കൊക്കെ എഴുതുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് ഔദ്യോഗികം അല്ലെ. ഔപചാരിക കത്ത് നമ്മുടെ ജോലി സ്ഥലത്ത് കൊടുക്കാനൊക്കെ എഴുതുന്നത് എന്ത് കത്തായിരിക്കും? ഔപചാരിക കത്തായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് നിവേദനം? ആർക്കാണ് നിവേദനം കൊടുക്കുന്നത്? നിവേദനം എങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിവേദനം എന്താണെടാ? നിവേദനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തായിരിക്കും നിവേദനം? വേറൊന്നുമല്ല, അതൊരു അപേക്ഷയാണ്. അതെന്താണെടാ? അപേക്ഷയാണ് നിവേദനം എന്ന് പറയുന്നത്. ആർക്ക് കൊടുക്കുന്നതാ? നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് നമ്മുടെ നാട്, നിങ്ങൾക്കൊരു നാടുണ്ട് അല്ലെ, നമുക്കൊരു ഗ്രാമമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചുറ്റുപാടോ ഉണ്ട്. അവിടെ പൊതുവായിട്ടൊരു പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക. അവിടെ എന്തുണ്ട്? പൊതുവായിട്ടൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ ജലമലിനീകരണമായിരിക്കാം, അല്ലെങ്കിൽ മാലിന്യങ്ങൾ കൊണ്ട് റോഡ് സൈഡിൽ ഇടുന്നതായിരിക്കാം, അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ കൂടുന്നതായിരിക്കാം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ കാണും അല്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾ കുറേ പേര്, നിങ്ങളുടെ നാട്ടിലെ കുറേ വ്യക്തികൾ ചേർന്ന് എന്ത് ചെയ്യും? പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണെങ്കിൽ ആർക്ക് കൊടുക്കും? പഞ്ചായത്ത് പ്രസിഡന്റിന് അപേക്ഷ കൊടുക്കും. അല്ല, നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ്സിലൊരു പ്രശ്നം, നിങ്ങൾ 10-20 പിള്ളേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അല്ലേ, ബെഞ്ചിൻ്റെ ഡെസ്കിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ക്ലാസ്സിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആർക്ക് അപേക്ഷ കൊടുക്കേണ്ടത്? നിങ്ങൾ എല്ലാവരും, ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കളും കൂടെ ചേർന്ന് നിങ്ങളുടെ HMനോ പ്രിൻസിപ്പളിനോ എന്ത് ചെയ്യും? നിങ്ങൾ അപേക്ഷ കൊടുക്കും. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നിവേദനം എന്ന് പറയുന്നത് പ്രശ്ന പരിഹരണത്തിന് വേണ്ടി എഴുതുന്നതാണ്. എന്തടാ? നിവേദനം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രശ്നം പരിഹരിച്ച് കിട്ടാനായിട്ട് എഴുതി സമർപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? നിവേദനം എന്ന് പറയുന്നത് അല്ലേ. അത് നമ്മൾ എന്തായിരിക്കും? ഉന്നത ഉദ്യോഗസ്ഥർക്ക് അല്ലെ, മേധാവികൾക്ക് കൊടുക്കുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? ഈ നിവേദനം എന്ന് പറയുന്നത്. എന്താടാ നിവേദനം? ഒരു പൊതുവായ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ എന്ത് ചെയ്യും? മേലധികാരികൾക്ക് എഴുതി സമർപ്പിക്കുന്ന അപേക്ഷയാണ് നിവേദനം. ഇനി എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ നിങ്ങൾ എല്ലാവരും. എന്താണ്? ഒരു പൊതുവായ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ മേലധികാരികൾക്ക് എഴുതി സമർപ്പിക്കുന്ന അപേക്ഷയാണ് നിവേദനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പൊതുവായ പ്രശ്നം ഉണ്ടായിരിക്കും, ഒന്നോ ഒന്നിലധികം വ്യക്തികളോ ആയിരിക്കും അല്ലെ. ഒരു
പൊതുസമൂഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാനെന്ന വ്യക്തിക്കും അപേക്ഷ എഴുതാം, ഒന്നിലധികം വ്യക്തികൾക്കും എന്ത് എഴുതാം, അപേക്ഷ എഴുതാം. അതാ പറഞ്ഞേ, കൂടുതലും ഒരാളായിരിക്കത്തില്ല എഴുതുന്നത്, ഒരു കൂട്ടം വ്യക്തികളായിരിക്കും. എങ്കിലും അപേക്ഷ ഒരാൾക്കും പൊതുപ്രശ്നത്തിന് വേണ്ടി എഴുതി കൊടുക്കാം, ഒന്നിലധികം പേർക്കും എഴുതി കൊടുക്കാം. ആർക്കായിരിക്കും എഴുതി കൊടുക്കുന്നത്? മേലുദ്യോഗസ്ഥർക്കായിരിക്കും. അപ്പോൾ നിവേദനം എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു പൊതുവായ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ ഉന്നതാധികാരികൾക്ക് എഴുതി സമർപ്പിക്കുന്ന അപേക്ഷയാണ് എന്തെന്ന് പറയുന്നത് നിവേദനം. നിവേദനത്തിന് ഒരു ഘട്ടമുണ്ട്, ഒരു മോഡലുണ്ട്. ആ മോഡലിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നിവേദനം എഴുതാൻ പാടുള്ളൂ. അത് നിങ്ങൾ കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ പഠിക്കുന്ന സമയമായാലും നമ്മൾ വലുതായി ഒരു അധികാരിക്ക് കത്ത് കൊടുക്കാൻ പോകുന്ന സമയത്തായാലും നമ്മൾ ആ ഒരു രീതി ഫോളോ ചെയ്ത് തന്നെ മതിയാവും. നിവേദനത്തിന്റെ മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. എന്താണ്? വളരെ ഭംഗിയായിട്ടൊരു കോളം വരച്ച് മുകളിൽ എന്ത് എഴുതിയിട്ടുണ്ട്? മുകളില് നിവേദനം എന്ന് എഴുതിയിട്ടുണ്ട്, അടിയിലൊരു വരയും കൊടുത്തിട്ടുണ്ട്. അതിന് സൈഡ് ചേർന്ന്, ആ വരയുടെ സൈഡ് ചേർന്ന് ഏറ്റവും അറ്റത്ത് എന്ത് എഴുതിയിട്ടുണ്ട്? പ്രേക്ഷകൻ. എന്താണ് എഴുതിയിട്ടുള്ളത്? പ്രേക്ഷകൻ. ഇതാരാ പ്രേക്ഷകൻ? അതും എഴുതിയിട്ടുണ്ടല്ലോ. എന്താ? അയക്കുന്ന ആൾ അല്ലേ. എന്താടാ? അയക്കുന്ന ആൾ, അയക്കുന്ന വ്യക്തി. അതായത് എനിക്കാണ് ഒരു പ്രശ്നം, എൻ്റെ സമൂഹത്തിനാണ് പ്രശ്നമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ ചുറ്റുപാടിനാണ് പ്രശ്നമെങ്കിൽ ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഞാനായിരിക്കും അല്ലേ എഴുതുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ എഴുതുന്ന വ്യക്തി ആരാണോ, അതായത് അയക്കുന്ന വ്യക്തി ആരാണോ, അവരുടെ പേരും അഡ്രസ്സും പിൻകോഡും എല്ലാം ഈ ഒരു ഭാഗത്ത് വളരെ ഭംഗിയിൽ എഴുതിയിട്ടുണ്ടാവണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അയക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ. അപ്പോൾ ഒരു കൂട്ടം വ്യക്തികളാണ് എഴുതുന്നതെങ്കിൽ എന്ത് എഴുതിയാൽ മതി? നിവാസികൾ. സ്ഥലത്തിന്റെ പേര് എഴുതിയിട്ട് നിവാസികൾ ഇന്ന പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് എഴുതിയാൽ മതി? അഡ്രസ്സ് എഴുതിയാൽ മതി. അപ്പൊ പ്രേക്ഷകൻ ആരാ മക്കളെ? അയക്കുന്ന ആൾ. പ്രേക്ഷകൻ ആരാടാ? അയക്കുന്ന ആൾ. രണ്ടാമത് നോക്കിക്കുക, അതിന്റെ തൊട്ട് താഴെ വളരെ നീറ്റായിട്ട് എന്തുണ്ട്? സ്വീകർത്താവ്. അതിൽ തന്നെ ഉണ്ട് സ്വീകർത്താവ് എന്ന് പറഞ്ഞാൽ ആരാ? സ്വീകരിക്കുന്ന ആൾ. സ്വീകർത്താവ് എന്ന് പറഞ്ഞാൽ ആരാടാ? സ്വീകരിക്കുന്ന ആൾ. അതായത് നമ്മൾ ഏത് മേലുദ്യോഗസ്ഥനാണോ, ഏത് അധികാരിക്കാണോ നമ്മൾ നിവേദനം തയ്യാറാക്കുന്നത് അവരുടെ അഡ്രസ്സ് അവിടെ ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് അധികാരിക്കാണോ ഇത് എഴുതി തയ്യാറാക്കുന്നത് അവരുടെ അഡ്രസ്സാണ് സ്വീകർത്താവ്. മനസ്സിലായല്ലോ? പ്രേക്ഷകൻ എഴുതുന്ന വ്യക്തി, സ്വീകർത്താവ് ആരുടെ കയ്യിലാണോ ചെന്നെത്തുന്നത്, ആരാണോ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ മേലുദ്യോഗസ്ഥന്റെ പേരും അഡ്രസ്സും. അടുത്ത് നോക്കിക്കേ, ഒരു വിഷയം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് വളരെയധികം തിരക്കുള്ള വ്യക്തികൾക്കായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക? നിവേദനം കൊടുക്കുക. അപ്പോൾ അവർക്കിത് നോക്കുമ്പോൾ തന്നെ ഈ വിഷയം എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് നോക്കുമ്പോൾ തന്നെ ഇവർക്ക് ഇത്രയധികം പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നമാണ് ഞാൻ പരിഹരിച്ചു കൊടുക്കേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം എന്നൊരു പാർട്ട് ഇവിടെ ഉള്ളത്. അവിടെ നമ്മുടെ വിഷയം എന്താണോ അത് എഴുതുക. ചിലപ്പോൾ കുടിവെള്ള പ്രശ്നം, സ്ഥലത്തെ കുടിവെള്ള പ്രശ്നം രൂക്ഷമാകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? സ്ഥലത്തെ മാലിന്യം കുന്നുകൂടുന്നത് പല രോഗങ്ങൾക്കും കാരണമാകുന്നു അല്ലേ. അത് വിഷയമായിട്ട് വയ്ക്കുക. അപ്പം പ്രേക്ഷകനായി, സ്വീകർത്താവായി, വിഷയവും എഴുതി. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, അഭിസംബോധന. നമ്മളൊരു അധ്യാപകനെ കാണുമ്പം ഗുഡ് മോർണിംഗ് സാർ അല്ലെങ്കിൽ നമസ്കാരം പറയൂല്ലേ, അതെന്താണ്? അഭിസംബോധനയാണ് അല്ലേ. അപ്പൊ നമ്മളൊരു വ്യക്തിക്ക്, ഉയർന്ന വ്യക്തിക്ക് എഴുതുമ്പോൾ എന്തെഴുതണം? ബഹുമാനപ്പെട്ട സർ. എന്തെഴുതണം? ബഹുമാനപ്പെട്ട സർ. അതിന് എന്തെന്ന് പറയൂടാ? അഭിസംബോധന എന്ന് പറയും. അതിന് എന്ത് പറയും? അഭിസംബോധന. അപ്പൊ ബഹുമാനപ്പെട്ട സർ എന്ന് എഴുതിയിട്ട് ആ സർ എന്ന് എഴുതുന്നതിന് നേരെ താഴത്തെ വരിയിൽ ആ നടുക്ക് നിന്ന് വേണം നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ എഴുതി തുടങ്ങാനായിട്ട്. അപ്പൊ ബഹുമാനപ്പെട്ട സാർ എഴുതി കഴിഞ്ഞിട്ട് എന്ത് എഴുതണോടാ? നമ്മുടെ പ്രശ്നം അവതരിപ്പിക്കണം. സാർ, ഞങ്ങൾ ഇന്ന സ്ഥലത്തുള്ള വ്യക്തികളാണ്, കുറേ നാളായി ഞങ്ങൾ ഈ ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ പ്രശ്നം അവതരിപ്പിക്കണം. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യണം? നിങ്ങളുടെ പേരുകളും ഒപ്പുകളും താഴെ ഇടുക, സ്ഥലവും തീയതിയും വെക്കുക. ഇവിടെ നോക്കിക്കേ, ഇത് വന്നിട്ട് പരശുവയ്ക്കൽ എന്ന് പറയുന്ന പാറശാല, അറിയാലോ, തിരുവനന്തപുരം ജില്ലയിലെ പാറശാല എന്ന് പറയുന്ന പഞ്ചായത്തില് പരശുവയ്ക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമം ഞാൻ സങ്കല്പിച്ചുകൊണ്ട് എഴുതുകയാണ്. ആ ഗ്രാമത്തിൽ എന്തുണ്ട്? ഒരു പ്രശ്നമുണ്ട്. ജലാശയങ്ങളൊക്കെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരം കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ ആർക്കായിരിക്കും അപേക്ഷ കൊടുക്കുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റിനായിരിക്കും. ആർക്കായിരിക്കും? പഞ്ചായത്തിന്റെ പ്രസിഡന്റിനായിരിക്കും. നമ്മുടെ സ്കൂളിലെ പ്രശ്നമാണെങ്കിൽ ആർക്ക് കൊടുക്കും? നമ്മുടെ HMന് അല്ലെങ്കിൽ പ്രിൻസിപ്പളിന് കൊടുക്കും അല്ലേ. നമ്മുടെ പഞ്ചായത്തിൽ, ഗ്രാമത്തിലാണെങ്കിലോ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുക്കും.
അവിടെയും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നേരെ നമുക്ക് അതിനേക്കാൾ മേലെ തട്ടിലുള്ളവർക്ക് എന്ത് ചെയ്യാം, അപേക്ഷ കൊടുക്കാം. അപ്പോൾ പരശുവയ്ക്കൽ ഗ്രാമത്തിലെ ജനങ്ങൾ ഒരു അപേക്ഷ തയ്യാറാക്കിയതാണ് നിങ്ങളിവിടെ കാണുന്നത്. ആർക്ക് കൊടുക്കാൻ? നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്. അപ്പൊ പ്രേക്ഷകൻ ആരാ നോക്കിക്കേ, ആരാ? നമ്മുടെ പരശുവയ്ക്കലെ നിവാസികൾ. പരശുവയ്ക്കൽ പാറശാല ഗ്രാമപഞ്ചായത്ത് അല്ലെ, പാറശാല PO എന്താണ്, തിരുവനന്തപുരം പിൻകോഡും വെച്ചിട്ടുണ്ട്. അടുത്ത് നേരെ താഴെ എന്തുണ്ടടാ, സ്വീകർത്താവ്. നമ്മൾ ആർക്കാ കൊടുക്കുന്നത്? പാറശാല പഞ്ചായത്ത് പ്രസിഡന്റിനല്ലേ. പഞ്ചായത്ത് പ്രസിഡന്റ് പാറശാല PO തിരുവനന്തപുരം. അപ്പൊ പ്രേക്ഷകന്റെ അഡ്രസ്സായി, പിന്നെ സ്വീകർത്താവിന്റെ അഡ്രസ്സായി. വിഷയം എന്താണ്? ഞങ്ങളുടെ സ്ഥലത്തിലെ എന്താണ്, ജലാശയങ്ങളിലെ മാലിന്യ പ്രശ്നമാണല്ലേ. മാലിന്യം ജലാശയങ്ങളിൽ വലിയൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്, രൂക്ഷമായ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നതിനെതിരെയാണ് എന്ത്, പരാതി കൊടുക്കുന്നത്. നമുക്ക് പ്രശ്ന പരിഹരണം വേണമെന്ന് എഴുതി കൊടുക്കുന്നത്. അതിനുശേഷം എന്തുണ്ട്, ബഹുമാനപ്പെട്ട സർ എന്ന് പറഞ്ഞ് അഭിസംബോധന കൊടുത്തിട്ടുണ്ട് അല്ലേ. ബഹുമാനപ്പെട്ട സർ എന്ന് പറഞ്ഞ് എന്തുണ്ട്, അഭിസംബോധന കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പരിചയപ്പെടുത്തുകയാണ്. സാർ, ഞങ്ങൾ ആരാണ്? ബഹുമാനപ്പെട്ട സാർ, ഞങ്ങൾ പരശുവയ്ക്കൽ നിവാസികൾ. ഞങ്ങൾ ആരാണ്? പരശുവയ്ക്കൽ നിവാസികളാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഇന്ന പ്രശ്നം നടക്കുന്നുണ്ട്, ആ പ്രശ്നം എന്ത് ചെയ്യണം, പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് പത്രത്തിൽ കാണുന്നത് പോലെ അല്ലേ, പത്രത്തിൽ അറിയാലോ പുതിയ പുതിയ രോഗങ്ങൾ, അതായത് മാലിന്യം കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ നിന്നും പടരുന്ന പുതിയൊരു രോഗമുണ്ടല്ലേ, അമീബിക് മസ്തിഷ്ക ജ്വരം. അതുപോലുള്ള രോഗങ്ങളൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ഒരുപാട് പേർക്ക് കുളത്തിലൊക്കെ പോയി കുളിക്കാൻ പോലും പേടിയാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ആനുകാലിക പ്രസക്തിയുള്ള ആ ഒരു പ്രശ്നം തന്നെ ഇവിടെ എടുത്തിരിക്കുകയാണ്. എന്താണ് സാർ, ഇത്രയും ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള തോടുകളിലും കനാലുകളിലും കുളങ്ങളിലും വീട്ടിലെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും പിന്നെ എന്താണ് മണലൂറ്റൽ നടത്തുന്നതൊക്കെ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നം ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ പത്രവാർത്തയിൽ ദിനംപ്രതി കാണുന്ന പലതരം രോഗങ്ങൾ ഞങ്ങൾക്കും പിടിപെടുമെന്നുള്ളൊരു പേടിയുണ്ട്, ഭയത്തിലാണ് ഞങ്ങൾ. അതിനെതിരെ എത്രയും വേഗം ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എങ്ങനെ അപേക്ഷിക്കുന്നു? വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ പേരുകൾ താഴെ എഴുതുക, ഒപ്പ് താഴെ എഴുതുക. കാരണം ഞാൻ പറഞ്ഞു പരശുവയ്ക്കല്ല, വ്യക്തികൾ ഒരുപാട് പേര് എഴുതിയത്, അതുകൊണ്ട് താഴെ പേര് ഒപ്പിടുക. അപ്പുറത്ത് നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റും നിങ്ങളുടെ സ്ഥലം പരശുവയ്ക്കലാണെന്നും അവിടെ എന്ത് ചെയ്യുക, വെക്കുക. ഒരു പൊതുവായ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒന്നോ അതിലധികം വ്യക്തികളോ ഉന്നത അധികാരികൾക്ക് എഴുതി സമർപ്പിക്കുന്ന അപേക്ഷയാണ് എന്തെന്ന് പറയുന്നത്, നിവേദനം എന്ന് പറയുന്നത്. അത് നമുക്ക് എഴുതേണ്ടതിന് രീതിയുണ്ട്. പ്രേക്ഷകൻ, സ്വീകർത്താവ്, വിഷയം, അഭിസംബോധന, പിന്നെ സ്ഥലവും തീയതിയും താഴെ വെച്ചിരിക്കണം. പിന്നെ പ്രശ്നം കൃത്യമായി അവതരിപ്പിക്കുകയും വേണം. ചുരുക്കി മാത്രമേ അവതരിപ്പിക്കാവൂ. ഒരുപാട് വാരി വലിച്ചെഴുതാനും പാടില്ല. കാരണം തിരക്ക് കൂടിയ വ്യക്തികളായിരിക്കും, അവർക്ക് വായിച്ചുകൊണ്ടിരിക്കാൻ സമയം കാണില്ല. അപ്പോൾ നമ്മുടെ പ്രശ്നത്തെ അത്രയും അദ്ദേഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ചുരുക്കി എഴുതുക. നമ്മുടെ പ്രശ്നത്തെ അത്രയും മനസ്സിലാകുന്ന രീതിയിൽ ചുരുക്കി എഴുതുക. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിവേദനം. കൃത്യമായിട്ട് മനസ്സിലാക്കുക. മനസ്സിലായിട്ട് എന്ത് ചെയ്യുക, എഴുതി നോക്കുക. നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും വെറുതെ ഒരു പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക, എന്നിട്ട് എഴുതി നോക്കുക. എഴുതിയിട്ട് എന്ത് ചെയ്യുക, എൻ്റെ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കി ഇതിലുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, സ്വയം തിരുത്തി നോക്കുക. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ പഠിക്കുന്നത്. ഞാനൊക്കെ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. എന്താണ്, ടീച്ചർ ഒരു റിവിഷൻ തന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, വീട്ടിൽ വന്നിരുന്ന് പഠിച്ചിട്ട് മനസ്സിലാക്കി എഴുതി നോക്കും. എഴുതി നോക്കിയിട്ട് അതും ഇതുമായിട്ട് നോക്കും. എനിക്ക് ഇത്ര തെറ്റുകളുണ്ട്, ഇനി അടുത്ത് 2-3 വട്ടം കൂടെ എഴുതിയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയോ പഠിച്ചതിന് ശേഷം വീണ്ടും ഞാൻ എഴുതും. അങ്ങനെ സ്വയം നമ്മളെ തെറ്റുകൾ എന്ത് ചെയ്യണം, തിരുത്തി എഴുതാനായിട്ട് പഠിക്കണം. തെറ്റുകളെന്ന് പറയുന്നത് മനുഷ്യ സഹജമാണല്ലേ, അതിലൊന്നും വലിയ കാര്യമില്ല. എങ്കിലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിച്ച് കൂടുതൽ തെറ്റ് വരുത്താതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഒരുപാട് നീണ്ടു പോകണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും വീഡിയോ തുടങ്ങുന്നത്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ആവർത്തനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിരസത അനുഭവപ്പെടും, അതെനിക്കറിയാം. എങ്കിലും എന്ത് ചെയ്യുക, നമുക്ക് പഠിക്കാനുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി കുഞ്ഞുമക്കൾ എന്ത് ചെയ്യുക, കാണുക. കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അറിയാലോ, ആർക്കെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. കാണുന്നവരൊന്ന് മാത്രം വിചാരിച്ചാൽ മതി, എന്താണ്, അറിവാണ് നമ്മൾ പകർന്നു കൊടുക്കുന്നത് അല്ലേ. അതിനേക്കാൾ വലുതൊന്ന് ഇല്ല. മൂല്യമുള്ളതുണ്ടോ? ഇല്ല. ഒരു പണത്തിനും ഒന്നിനും തരാൻ കഴിയാത്ത എന്താണ്, വിദ്യ അല്ലേ. അറിവെന്ന് പറയുന്നത് നമ്മൾ പണം കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അത് നമ്മളിലുള്ളതാണ്, നമുക്ക് അറിവ് ആർജിച്ച് കിട്ടുന്നതാണ്. അത് അങ്ങനെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, കാണാനായിട്ട് പറയുക. പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക,
ഇത് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നാളെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം മക്കളെ. അപ്പോൾ നാളെ കാണുന്നവരേക്കും നന്ദി.